بسم الله الرحمن الرحيم ووصينا الإنسان بوالديه حسنا وإن جاهداك لتشرك بي ما ليس لك به علم فلا تطعهما إلي مرجعكم فأنبئكم بما كنتم تعملون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1342 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29-ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 8-9 ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്നാ വഇൻ ജാഹദാക ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. വല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്തി ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. സൂറത്തുൽ അൻകബൂത്തിലെ 8-9 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആദ്യത്തെ 6-7 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ വിശ്വാസ മാർഗത്തിൽ പ്രവേശിച്ച ആളുകൾ നിരന്തരമായ പരീക്ഷണങ്ങൾക്ക് വിധേയമാകും എന്ന കാര്യം അള്ളാഹു വ്യക്തമാക്കുകയായിരുന്നു ആ ആയത്തുകളിലായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യം പ്രപഞ്ചത്തോളം വിശാലതയുള്ള സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ആ മാർഗത്തിലേക്ക് കടന്നു വന്ന ആളുകൾ പല വിധത്തിലുള്ള വെല്ലുവിളികളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. കുടുംബപരമായി, മാതാപിതാക്കളിൽ നിന്ന്, കൂടപ്പിറപ്പുകളിൽ നിന്ന്, കുടുംബാംഗങ്ങളിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് പൊതുവായി, സമൂഹത്തിന്റെ കൈകാര്യകർത്താക്കളായ പ്രമുഖന്മാരിൽ നിന്ന് ഒക്കെയായിട്ട് അവര് നിരന്തരം പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുമതിയോടുകൂടി എത്യോപ്യയിലേക്ക് ഹിജ്റ ചെയ്യുന്നത്. അവരുടെ ആ ഘട്ടത്തില് അവരൊക്കെ ഇന്ന് തന്നെ വലിയ ആശങ്കകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് സത്യമാർഗത്തിൽ പിടിച്ചു നിൽക്കുന്നത്. എന്നാൽ മക്കയിലെ തന്നെ പല ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെക്കുന്നത് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടും അതിന് സത്യസാക്ഷ്യം വഹിക്കാൻ കൂട്ടാക്കാതെ ഭൗതികമായ തങ്ങളുടെ താല്പര്യങ്ങളെ അത് തകർത്തു കളയും എന്ന കണക്കുകൂട്ടലില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അദ്ദേഹം മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിലും വിശ്വാസം ഉൾക്കൊള്ളാൻ സന്നദ്ധരാകാതെ കാപട്യത്തിന്റെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ് ഉണ്ടായത്. അവരിൽ പലർക്കും കൃത്യമായിട്ട് അറിയാവുന്ന ബോധ്യപ്പെട്ട കാര്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം. പക്ഷെ അത് പരസ്യമായി അംഗീകരിക്കുന്നതോടുകൂടി അവർക്ക് പല വിധത്തിലുള്ള നഷ്ടങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നു, പ്രതിസന്ധികൾ നേരിടേണ്ടി വരുന്നു എന്നതൊക്കെയാണ് ബോധ്യപ്പെട്ടതിന് ശേഷവും ആ സത്യത്തിനു വേണ്ടി നിലകൊള്ളുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരികയോ
ചെയ്യാതിരിക്കാനുള്ള അവരുടെ കാരണം. അള്ളാഹു ആ ഒരു സ്വഭാവ പ്രകൃതം കാണിച്ച ആളുകളെ അത് കാപട്യമായിട്ട് തന്നെയാണ് നമ്മൾ പിന്നിട്ട ആയത്തിൽ പരാമർശിക്കുന്നത് ഉണ്ടായത്. അതിനെ തുടർന്ന് ഈ വിശ്വാസമാർഗം സ്വീകരിച്ച ആളുകളിൽ ചിലർ നേരിട്ടിരുന്ന വലിയൊരു പ്രതിസന്ധി പ്രത്യേകം പരാമർശ വിധേയമാക്കുകയാണ് ഇന്ന് ഞാൻ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു. ഏത് തരം വെല്ലുവിളികളായാലും സംഘർഷമായാലും ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന സങ്കീർണതകളായാലും അത് വളരെ അടുത്ത ആളുകളിൽ നിന്നാകുമ്പോൾ വിരോധവും ശത്രുതയും പകയും എതിർപ്പും ഒക്കെ വളരെ അടുത്ത ആളുകളിൽ നിന്നാകുമ്പോൾ നമ്മൾ സ്നേഹവും പിന്തുണയും ശക്തി പകരലും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന തരം ആളുകളിൽ നിന്നാണ് എതിർപ്പും വിരോധവും ശത്രുതയും ഒക്കെ ഉണ്ടാവുന്നതെങ്കിൽ അത് വളരെ കഠിനതരമായിട്ടാണ് അനുഭവപ്പെടുക. വിശേഷിച്ച് ഏറ്റവും അടുത്ത ബന്ധമായിട്ട് മനുഷ്യര് എല്ലാവരും തന്നെ പരിഗണിക്കുന്ന മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം, അത്തരം ബന്ധങ്ങളാണ് വിശ്വാസമാർഗത്തിന് തടസ്സമായിട്ട് അല്ലെങ്കിൽ എതിർപ്പുമായിട്ട് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തി വല്ലാതെ ചാഞ്ചല്യം അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചെന്നുപെടും. ഒരു ഭാഗത്ത് ബുദ്ധി കൊണ്ട് യുക്തി കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള സത്യം, മറുഭാഗത്ത് സ്നേഹത്തോടെ ലാളനയോടെ വാത്സല്യത്തോടെ തന്നെ പോറ്റി വളർത്തിയിട്ടുള്ള മാതാപിതാക്കൾ. ഇങ്ങനെ രണ്ട് ദ്വന്ദ്ങ്ങളായിട്ട് അത് രൂപപ്പെട്ടു വരുന്നതോടുകൂടി ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് വല്ലാത്തൊരു പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു പ്രതിഭാസം നമ്മുടെ കാലഘട്ടത്തിലും നമുക്ക് നിരന്തരം കാണാൻ സാധിക്കും. സത്യസന്ധമായി വിഷയങ്ങളെ സമീപിക്കുന്ന ആളുകൾ ഏറ്റവും യുക്തിഭദ്രമായ ദൈവിക സന്ദേശം വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളുകയും അത് പിൻപറ്റാനുള്ള സന്നദ്ധത കാണിച്ചുകൊണ്ട് രംഗത്ത് വരികയൊക്കെ ചെയ്യും. പക്ഷെ അങ്ങനെ വരുമ്പോ അതേ രീതിയിൽ ദൈവിക സന്ദേശത്തെ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ പല താല്പര്യങ്ങളുടെയും പിടിയിൽ അമർന്നു പോയിട്ടുണ്ടാവാൻ ഇടയുള്ള മാതാപിതാക്കള് സന്നദ്ധരായിക്കൊള്ളണം എന്നില്ല. മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം പല പ്രായോഗികമായ കണക്കുകൂട്ടലുകളും അവരെ അതൊന്നും അത്ര വലിയ പ്രാധാന്യമുള്ള സംഗതിയാണ് എന്ന് കാണേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. പല ഭൗതികമായ കണക്കുകൂട്ടലുകൾ താല്പര്യങ്ങളൊക്കെയാണ് അവരെ കൂടുതലായിട്ടും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവുക. പക്ഷെ വളർന്നു വരുന്ന മുതിർന്നു വരുന്ന യുവത്വത്തിലേക്ക് എത്തുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഈ ഭൗതികതയുടെ പിടിയിൽ അമർന്നിട്ടുണ്ടാവില്ല. ഈ മക്കൾ പലരും അവരുടെ സത്യസന്ധമായ ബുദ്ധിപരമായ അന്വേഷണത്തിലൂടെയും യുക്തിബോധത്തിലൂടെയും സത്യം ഉൾക്കൊണ്ടിട്ടുണ്ടാവും. അവർക്കത് സ്വീകരിക്കാനും മനസ്സ് വന്നിട്ടുണ്ടാകും. പക്ഷെ മാതാപിതാക്കള് അവര് മുതിർന്ന തലമുറയിൽപ്പെട്ട ആളുകളാണ്. അവര് ജീവിതത്തിൽ ചില ഇടങ്ങളൊക്കെ നിർണയിച്ച് അതിനകത്ത് കഴിഞ്ഞാൽ മതി എന്ന് തീരുമാനിച്ചവരായിരിക്കും. അതിന് പല ഭൗതികമായ താല്പര്യങ്ങളും അവരെ പ്രേരിപ്പിച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സത്യമാർഗം കണ്ടെത്തി അത് സ്വീകരിക്കുന്ന യുവതലമുറയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളുടെ നിലപാട് വലിയൊരു വെല്ലുവിളിയായി മാറുകയാണ്. കുടുംബത്തിനകത്ത് അത് ഒരു വലിയ സങ്കീർണത സൃഷ്ടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ മക്കയില് ഈ ഒരു അവസ്ഥയിൽ ഉണ്ടായിരുന്ന ധാരാളം
ആളുകൾ ഉണ്ടായിരുന്നു. യുവാക്കളായ ഇളം പ്രായക്കാരായ സത്യവിശ്വാസ മാർഗത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഹൃദയഭേദകമായ അങ്ങേയറ്റത്തെ വേദന അനുഭവപ്പെടാൻ കാരണമാകുന്ന വിധത്തിലുള്ള ഒരു വിള്ളലാണ് അവരുടെ ജീവിതത്തിൽ ഈ സത്യമാർഗം സ്വീകരിക്കുന്നതോടുകൂടി വന്നു ചേരുന്നത്. മാതാപിതാക്കൾ അവർക്ക് എതിരായി മാറുന്നു. തങ്ങളുടെ മാർഗദർശനം സ്വീകരിക്കാതെ മക്കൾ വേറൊരു വഴിക്ക് പോകുന്നു എന്നൊരു തോന്നല് അവരിൽ ശക്തിപ്പെടുന്നു. തുടക്കത്തിൽ അത് എതിർപ്പും തിരുത്താനുള്ള ശ്രമവും ഒക്കെ ആയിരിക്കും. വൈകാതെ തന്നെ അവര് പകയും ശത്രുതയും വിദ്വേഷവും ഒക്കെയാക്കി അതിനെ വളർത്തിയെടുക്കുന്നു. അത് രണ്ടുപേർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്ന അവസ്ഥകളിലൊക്കെ കാര്യങ്ങൾ ചെന്നെത്തുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അവർ എത്രത്തോളം പോകുന്നു എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കലും അവർ പറയുന്നത് കേട്ട് ജീവിക്കലുമാണ് ദൈവത്തെ അനുസരിക്കുന്നതിന്റെ വഴി എന്ന് വരെ അവര് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും മക്കളെ സത്യമാർഗം സ്വീകരിക്കുന്നതിൽ നിന്ന് തടയാറുള്ളത്. ദൈവം പഠിപ്പിക്കുന്നത് തന്നെ മാതാപിതാക്കളെ അനുസരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് മക്കളിൽ സമ്മർദ്ദം ചെലുത്തുന്നു. ഇത് വ്യക്തിപരമായി പലരെയും വലിയ പ്രയാസത്തിൽ അകപ്പെടുത്തിയിരുന്നു എന്നതാണ് വസ്തുത. ഈ ഘട്ടത്തില് എന്ത് നിലപാടാണ് വിശ്വാസമാർഗത്തിലേക്ക് വന്നിട്ടുള്ള ആളുകൾ സ്വീകരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ ആയത്തുകളെ ശ്രദ്ധാപൂർവം വായിക്കാൻ ശ്രമിക്കാം. വസൈനൽ ഇൻസാന ബിവാലിദൈഹി, അള്ളാഹു പറയുകയാണ്, നിശ്ചയമായിട്ട് നാം മനുഷ്യനെ അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഉപദേശിക്കുകയുണ്ടായി. വസൈന, നാം വസിയത്ത് നൽകി. വസൈനൽ ഇൻസാന, മനുഷ്യന് ഇൻസാനിന് നാം വസിയത്ത് നൽകുകയുണ്ടായി, ഉപദേശം നൽകുകയുണ്ടായി. ബിവാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഹുസ്ന, അവരോട് നന്മ വർത്തിക്കണമെന്നും അവർക്ക് സുഹൃതം ചെയ്യണമെന്നും അവരോട് ഏറ്റവും നന്മയിൽ അധിഷ്ഠിതമായ വിധത്തില് ഇടപഴകണമെന്നും നാം മനുഷ്യനെ ഉപദേശിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇത് ദൈവിക മതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ശിക്ഷണമാണ്. ദൈവിക മതം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് മാതാപിതാക്കളോട് ഏറ്റവും ഉത്കൃഷ്ടമായ വിധത്തിൽ വർത്തിക്കണം എന്നത്. മാതാപിതാക്കളെ ഗൗനിക്കേണ്ടതില്ല, അത് കേവലം യാദൃച്ഛികമായി ഉണ്ടായി തീർന്ന ജീവശാസ്ത്രപരമായ ഒരു അനിവാര്യതയിൽ നിന്നോ വൈകാരികതയുടെ സമ്മർദ്ദത്താലോ ഒക്കെ സംഭവിച്ചു പോയത് മാത്രമാണ് മാതൃത്വവും പിതൃത്വവും എന്നതൊക്കെ. അതുകൊണ്ട് അതിനപ്പുറത്തേക്ക് അത്തരം ബന്ധങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കേണ്ടതില്ല എന്നൊക്കെ പഠിപ്പിക്കുന്ന ഭൗതികതയുടെ ദർശനവും നിലപാടുകളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. കേരളത്തിലെ തന്നെ സിനിമാ രംഗത്ത് വളരെ പ്രമുഖനായ ഒരാള് ഇത്തരം ആശയങ്ങള് നിർലജ്ജം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം ഭൗതിക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിലപാടുകളും ആശയങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷെ മൗലികമായി എല്ലാ മതങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, ദൈവിക മതത്തിന്റെ ചില മൂല്യങ്ങള് ഈ വികലമായ മത വിഭാഗങ്ങളിലൊക്കെ തന്നെയും അവശേഷിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പൊ അടിസ്ഥാനപരമായി ദൈവിക മതത്തിന്റെ വളരെ സുപ്രധാനമായ ഒരു മൂല്യമാണ് മാതാപിതാക്കളോട് നന്മയോടെ വർത്തിക്കുക എന്നത്. ആ കാര്യമാണ് അല്ലാഹുവോട് സൂചിപ്പിക്കുന്നത്. വസൈന, നാം ഉപദേശിക്കുകയുണ്ടായി, വസിയത്ത് നൽകുകയുണ്ടായി, അൽ ഇൻസാന, മനുഷ്യന്, ബി വാലിദൈഹി, അവന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ. മനുഷ്യൻ തന്റെ മാതാപിതാക്കളുടെ കാര്യത്തിൽ ഏത് വിധത്തിലാണ് വർത്തിക്കേണ്ടത് എന്നത് അവന് വ്യക്തമാക്കി കൊടുക്കുന്ന വിധത്തിൽ നാം
അവനൊരു വസിയത്ത് നൽകിയിട്ടുണ്ടായിട്ടുണ്ട്, ഒരു ഉപദേശം നൽകിയിട്ടുണ്ടായിട്ടുണ്ട്. അത് ചാലഞ്ച് ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ആരെങ്കിലും വിയോജിപ്പ് രേഖപ്പെടുത്തേണ്ട ഒരു മേഖല പോലുമല്ല. മാതാപിതാക്കളോട് മക്കൾക്കുള്ള പ്രതിബദ്ധത, കടപ്പാട് എന്ന് പറയുന്നത് വാക്കുകളിൽ വിവരിച്ച് പരിമിതപ്പെടുത്താൻ കഴിയുന്ന ഒരു സംഗതിയല്ല. കൂടുതലായിട്ട് വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ട് എന്തുകൊണ്ടാണ് മാതാപിതാക്കളോട് മക്കൾ പ്രതിബദ്ധത കാണിക്കേണ്ടത്, അവരോട് സ്നേഹത്തിലും അതുപോലെ കാരുണ്യത്തിലും ഒക്കെ വർത്തിക്കേണ്ടത് എന്നതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം അതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിസ്ഥാനപരമായ ബന്ധം തന്നെ. ബന്ധങ്ങളുടെ തുടക്കം തന്നെ ഒരു ശിശുവിന് അതിന്റെ മാതാവിനോടും അതിന്റെ പിതാവിനോടും ഒക്കെ ഉള്ളത് തന്നെയാണ്. അവിടുന്ന് അങ്ങോട്ടാണ് സകല ബന്ധങ്ങളും ഉണ്ടാവുന്നത്. എല്ലാ കുടുംബ ബന്ധങ്ങളും, രക്തബന്ധങ്ങളും, അയൽ വൃത്തങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളും, സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത് ഒരു വ്യക്തിക്ക് തന്റെ മാതാപിതാക്കളുമായുള്ള ബന്ധത്തിൽ നിന്നാണ്. അതാണ് അവനെ ഒരു സോഷ്യൽ ബീങ് ആക്കി മാറ്റുന്ന ഘടകം, ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. അതുകൊണ്ട് മക്കള് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന് പറയുന്നത് വിശദീകരണം ആവശ്യമില്ലാത്ത അത്രയും തന്നെ സുവ്യക്തമായ, ഏതൊരാൾക്കും എളുപ്പത്തിൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വ ഇൻ ജാഹദാക്ക, ഇനി അവരിൽ ആരെങ്കിലും, മാതാപിതാക്കൾ ഇരുവരും തന്നെയും, വൈൻ ജാഹദാക്ക സൂറത്ത് താഹയില്, സൂറത്ത് ലുഖ്മാനില് അവരിൽ ആരെങ്കിലും എന്ന വിധത്തിൽ പറയുന്നതും കാണാം. വൈൻ ജാഹദാക്ക, ഇനി അവരിരുവരും നിന്നെ നിർബന്ധിക്കുകയാണ് എങ്കിൽ, ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽമ്, നിനക്ക് അറിവില്ലാത്ത ഒരു സംഗതിക്ക് എന്നിൽ പങ്കാളിത്തമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് അംഗീകരിച്ചുകൊണ്ട് നീ എന്നിൽ പങ്കാളികളെ കണ്ടെത്തുന്ന, എന്നിൽ പങ്കാളികളെ ചേർക്കുന്ന ഒരു സംഗതിക്ക് അവര് നിന്നെ നിർബന്ധിക്കുകയാണ് മാതാപിതാക്കളെങ്കിൽ, നിനക്കത് ബോധ്യപ്പെടുന്നില്ല, യുക്തി കൊണ്ടോ ബുദ്ധി കൊണ്ടോ നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമല്ല ഈ വിഗ്രഹങ്ങളും ആൾദൈവങ്ങളും അതുപോലെ ദൈവങ്ങളും ദേവന്മാരും ദേവതകളും ഒക്കെ ആയിട്ട് ഇവര് കൊണ്ട് നടക്കുന്ന ഇതൊക്കെയും തന്നെ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ള ഒരു സംഗതിയാണ് എന്നത് നിനക്ക് ബോധ്യപ്പെടുന്നേ ഇല്ല, നിനക്കതൊരു അറിവായിട്ട് അനുഭവപ്പെടുന്നേ ഇല്ല. എന്നിട്ടും അത്തരം ആളുകളെയോ ദേവന്മാരെയോ ദേവിമാരെയോ മൂർത്തികളെയോ വിഗ്രഹങ്ങളെയോ ഒക്കെ തന്നെ അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ളവരായിട്ട് കാണുക എന്നത് അത് നിന്റെ അറിവിൽ പെട്ടതല്ല, നിനക്കത് ബോധ്യപ്പെടുന്ന കാര്യമല്ല. പക്ഷെ അങ്ങനെ ഒരു സംഗതി ചെയ്യാൻ വേണ്ടി നിന്റെ മാതാപിതാക്കള് നിന്നെ നിർബന്ധിക്കുന്നു എന്ന് സങ്കല്പിക്കുക. അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ, വൈൻ ജാഹദാക്ക, അവര് നിന്നോട് വളരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ്, നിന്നെ സമ്മർദ്ദത്തിലാക്കുകയാണ്, നിന്നെ നിർബന്ധിക്കുകയാണ്. എന്തിനാണ്? ലിതുശ്രിക ബി, എന്നിൽ പങ്കാളികളെ ചേർക്കാൻ വേണ്ടി, ശിർക്ക് ചെയ്യാൻ വേണ്ടി അവര് നിന്നെ നിർബന്ധിക്കുകയാണ് മാതാപിതാക്കൾ. മാ ലൈസ ലക ബിഹി ഇൽമ്, അത് നിനക്ക് അറിയുന്നൊരു കാര്യം പോലുമല്ല. അങ്ങനെ ഒരു ദൈവമുള്ളതായിട്ട്, അങ്ങനെ ദിവ്യത്വത്തിൽ പങ്കുള്ള ഒരുത്തനും ഉള്ളതായിട്ട് നിനക്ക് ബോധ്യപ്പെടുന്നേ ഇല്ല, നിനക്ക് അറിയുകയേ ഇല്ല അങ്ങനെ ഒരു ദൈവത്തെ. അത് സ്വാഭാവികമായി യുക്തിയിലോ ബുദ്ധിപരമായ ഒരു നിലപാടിലോ അല്ലെങ്കിൽ നിന്റെ യുക്തിബോധത്തിലോ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സംഗതിയാണ്. അങ്ങനെയുള്ള ഒരു സംഗതിക്കായിട്ട് നിന്റെ മാതാപിതാക്കൾ നിർബന്ധിക്കുകയാണെങ്കിൽ, അതാണല്ലോ മക്കയിൽ പലരും അഭിമുഖീകരിച്ചിരുന്ന സാഹചര്യം. അങ്ങനെ സംഭവിച്ചാൽ ഫലാ തുതിഉഹുമ, നീ അവരിരുവരെയും അനുസരിച്ചു പോകരുത്, അവരെ നീ അനുസരിക്കരുത്. മാതാപിതാക്കളെ ഇക്കാര്യത്തിൽ നീ ഒരു കാരണവശാലും അനുസരിക്കരുത് എന്നാണ് അള്ളാഹു ഖണ്ഡിതമായിട്ട് ഇവിടെ പറയുന്നത്. മനുഷ്യന് തീർച്ചയായിട്ടും മാതാപിതാക്കളോട് കടപ്പാടും പ്രതിബദ്ധതയും ഒക്കെ വേണം. പക്ഷെ അതിനേക്കാൾ
പ്രാധാന്യമുള്ളതാണ് അവന് തന്റെ സ്രഷ്ടാവായ റബ്ബിനോടുള്ള പ്രതിബദ്ധതയും കടപ്പാടും. മനുഷ്യന് തന്റെ മക്കളുടെ കാര്യത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നത് ഓരോരുത്തർക്കും അറിയാവുന്നതേ ഉള്ളൂ. ഓരോ പിതാവിനും അറിയാം തന്റെ കുഞ്ഞ് എത്രത്തോളമാണ് തന്റെ പ്രയത്ന ഫലമായിട്ട് ഉണ്ടായത് എന്ന കാര്യം. അതിൽ എത്രത്തോളം തനിക്ക് പങ്കുണ്ടായിരുന്നു, യഥാർത്ഥത്തിൽ അതിന്റെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന്റെ ആ പ്രക്രിയയിൽ ശരിയായ പങ്ക് വഹിച്ചത് ആരാണ് ആ കുഞ്ഞിന് രൂപകൽപ്പന നൽകിയിട്ടുള്ളത്, ആ കുഞ്ഞിന്റെ ജനനത്തിന് സാഹചര്യം ഒരുക്കിയിട്ടുള്ളത്, അതിനു വേണ്ട സംവിധാനം ഭൂമുഖത്ത് തയ്യാറാക്കിയിട്ടുള്ളത് ആരാണ് എന്നതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതില് ഈ പ്രക്രിയയിൽ മാതാപിതാക്കൾക്കുള്ള പങ്ക് എത്രത്തോളം ഉണ്ട് എന്നത് ഓരോരുത്തർക്കും ആലോചിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഒരു മനുഷ്യ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും ഏറെ പ്രതിബദ്ധതയും കടപ്പാടും വിധേയത്വവും ഉണ്ടാകേണ്ടത് യഥാർത്ഥത്തിൽ അവനെ സൃഷ്ടിച്ചിട്ടുള്ള അവന്റെ സ്രഷ്ടാവിനോടാണ്. അത് കഴിഞ്ഞേ മാതാപിതാക്കളോട് വരുന്നുള്ളൂ. കാരണം മാതാപിതാക്കള് ഇന്നലെ മക്കളായിരുന്നു, ഇന്ന് മാതാപിതാക്കളായി, നാളെ അവര് മുത്തച്ഛന്മാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും ഒക്കെ ആയി മാറാൻ പോവുകയാണ്. ഈ പ്രക്രിയയില് അവർക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നത് ഒരു കുഞ്ഞിന്റെ ബുദ്ധിപരമായ കഴിവുകൾ നിർണ്ണയിക്കുന്നതിൽ എന്ത് പങ്കാണ് മാതാപിതാക്കൾക്കുള്ളത്? മാതാപിതാക്കളുടെ ജീനുകള് അവർക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. പക്ഷെ മറിച്ച് സംഭവിക്കുന്നുണ്ടല്ലോ. ഒരാള് നല്ല ബുദ്ധിവൈഭവം ഉള്ള ഒരാളായിട്ട് വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കായിക ശേഷിയുള്ളവനായിട്ട് വളരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നല്ല ആകാര ഭംഗിയുള്ളവനായിട്ടാണ് രൂപപ്പെടുന്നതെങ്കിൽ, അതേ മാതാപിതാക്കൾക്ക് അങ്ങനെയൊന്നും അല്ലാത്ത മക്കളും ജനിക്കാറുണ്ട്. അപ്പൊ ആരാണ് ഈ കുഞ്ഞിന് ഈ വിധത്തിലുള്ള കഴിവുകളോടെയാണ് ജനിക്കേണ്ടത്, വളരേണ്ടത് എന്നൊക്കെ നിർണയിച്ചിട്ടുള്ളത്? അതിൽ മാതാപിതാക്കൾക്ക് എന്ത് പങ്കാണുള്ളത്? അവരതില് ഇൻസ്ട്രുമെന്റൽ ആകുന്നു എന്നതല്ലാതെ, അങ്ങനെ ഒരു പ്രക്രിയ, ദൈവികമായ പദ്ധതി നടപ്പിലാകുന്നതിന് അവര് ചട്ടുകങ്ങളായി എന്നതല്ലാതെ ആ പ്രക്രിയയിൽ അവർക്ക് അതിലേറെ പങ്കൊന്നുമില്ല. അതേ സമയത്ത് മക്കൾ ഏറ്റവും ഏറെ പ്രതിബദ്ധത കാണിക്കേണ്ട വിധത്തിലുള്ള പല സാക്രിഫൈസസും പല വിധത്തിലുള്ള ത്യാഗവും മാതാപിതാക്കൾ അനുഭവിക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയുമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇത് എല്ലാ ദൈവിക മതങ്ങളുടെ അംശവും നിലനിൽക്കുന്ന സകല മതങ്ങളിലുമുള്ള അധ്യാപനത്തിന്റെ ഒരു ഭാഗമാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹുസ്ന എന്നത്. എന്നാൽ മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ കൽപ്പിച്ച അവരോട് സുഹൃതം ചെയ്തുകൊണ്ട് ഉള്ള നിലപാട് സ്വീകരിക്കാൻ വേണ്ടി കൽപ്പിച്ച അതേ റബ്ബ് പറയുന്നത് വൈൻ ജാഹദാക്ക, അവര് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ, ലിതുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തിന് അള്ളാഹുവിൽ പങ്ക് ചേർക്കുക എന്നത്, നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു പ്രതിഭാസം, അതിന് അള്ളാഹുവിൽ പങ്കുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ പങ്കാളിയാണ് ഒരുവൻ എന്ന വിധത്തിൽ ശിർക്ക് ചെയ്യുന്നവനായി മാറാൻ അവര് നിന്നെ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഅഹുമ, അവരെ അനുസരിക്കരുത് എന്നാണ് അള്ളാഹുവിടെ ഖണ്ഡിതമായിട്ട് പറയുന്നത്. കാരണം ഇലയ്യ മർജിഉക്കും, നിങ്ങളൊക്കെയും തന്നെ എന്റെ അടുക്കലേക്കാണ് തിരികെ എത്താനിരിക്കുന്നത്. ഇലയ്യ, എന്റെ അടുക്കലേക്കാണ്, മർജിഉക്കും, നിങ്ങളുടെ മടക്കം. നിങ്ങൾ ഓരോരുത്തരും തന്നെ വ്യക്തികൾ എന്നുള്ള നിലക്ക് എന്റെ അടുക്കലേക്ക് തിരികെ എത്താനുള്ളവരാണ്. ഈ ബന്ധങ്ങളൊക്കെ ഈ ഭൂമുഖത്ത് ഇവിടത്തെ വാസം കഴിയുന്നതോടുകൂടി അവസാനിക്കും. അള്ളാഹുവിന്റെ അടുക്കൽ തിരികെ എത്തുന്നത് ഓരോരുത്തരും വ്യക്തികൾ എന്നുള്ള നിലക്കാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിയായ ഒരു വ്യക്തി എന്നുള്ള നിലക്കാണ് അവിടെ എത്താൻ പോകുന്നത്. അവിടെ മാതാപിതാക്കളും അതുപോലെയുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനൊക്കെ പറ്റുന്നുണ്ടാവും. പക്ഷെ അവിടെ ഓരോരുത്തരും, ഓരോ വ്യക്തിയും അള്ളാഹുവിനോടാണ് ആൻസറബിൾ ആയിട്ടിരിക്കുന്നത്. അവിടെ ആർക്കും ആരെയും സഹായിക്കാൻ പറ്റൂല, ആർക്കും ആരെയും
ഏതെങ്കിലും നിലക്ക് ഇടപെടൽ നടത്തിക്കൊണ്ട് രക്ഷപ്പെടുത്താനൊന്നും സാധിക്കില്ല. അള്ളാഹുവിനോടാണ് ഓരോരുത്തരും ആൻസറബിൾ ആയിട്ട് ഉത്തരം ബോധിപ്പിക്കേണ്ടവരായിട്ട് ആ പാരത്രിക ലോകത്തെത്തുമ്പോൾ ഉണ്ടാവുക. ഫലാ തുതിഉഹുമ, അതുകൊണ്ട് നീ അവരെ രണ്ടുപേരെയും ഇക്കാര്യത്തിൽ അനുസരിച്ചുകൂടാ. ഇലയ്യ മർജിഉക്കും, എന്നിലേക്കാണ് നിങ്ങളുടെ ഒക്കെയും മടക്കം. ഇപ്പോ ഈ അനുസരിക്കാൻ നിർബന്ധിക്കുന്ന, അള്ളാഹുവില് പങ്കാളികളെ ചേർക്കാൻ, ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്ന മാതാപിതാക്കളും ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്ത മക്കളും ഒക്കെയും തിരികെ എത്തുന്നത് അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ്. അപ്പൊ ഉനബ്ബിഉക്കും, ആ ഘട്ടത്തില് ആ സന്ദർഭത്തില് ഞാൻ നിങ്ങളെ അറിയിച്ചു തരും, നിങ്ങൾക്ക് പറഞ്ഞു തരും. ബിമാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തായിരുന്നു ചെയ്യുകയുണ്ടായത് എന്ന്. നിങ്ങളുടെ ജീവിത അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിച്ചു, എന്ത് കർമ്മസരണി പിന്തുടർന്നു, എന്ത് നടപടിയെടുത്തു, എന്ത് പ്രവർത്തനം കാഴ്ചവെച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയും തന്നെ ആ ഘട്ടത്തില് അള്ളാഹു തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരും. ഓരോരുത്തരും അവർ ചെയ്തിട്ടുള്ള തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിന്റെ പിന്നിലുണ്ടായിരുന്ന അവരുടെ ചേതോവികാരം എന്തായിരുന്നു അവരെ അതിന് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്, എന്ത് നിലപാടാണ് അവർ സ്വീകരിച്ചത്, അത് സത്യസന്ധമായതാണോ അതോ കപടമായതാണോ തുടങ്ങിയിട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങൾ ഓരോരുത്തരും എന്തൊക്കെ ചെയ്തു നിങ്ങൾക്ക് നൽകപ്പെട്ട അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എന്ന കാര്യം, അത് മാതാപിതാക്കളുടെ കാര്യത്തിലായാലും മക്കളുടെ കാര്യത്തിലായാലും ഒക്കെ അള്ളാഹു ആ സന്ദർഭത്തിൽ വ്യക്തമാക്കി തരും. ഇതാണ് അള്ളാഹുവിടെ പറയുന്നത്. ഇതാണ് കർമ്മങ്ങൾ, ഓരോരുത്തരുടെയും കർമ്മങ്ങളാണ് വിലയിരുത്തപ്പെടാൻ പോകുന്നത്. അവിടെ മാതാപിതാക്കളുടെ കാരണത്താലായാലും മക്കളുടെ കാരണത്താലായാലും എന്തൊക്കെയാണ് ഓരോരുത്തരും അള്ളാഹു നൽകിയ അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ചെയ്യുകയുണ്ടായത് എന്നതാണ് വ്യക്തമാക്കപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം, അവരോട് സുഹൃതം ചെയ്യണം, അവരോട് ഏറ്റവും നല്ല പെരുമാറ്റം കാഴ്ചവെച്ചുകൊണ്ടാണ് അവരോട് പെരുമാറേണ്ടത്. ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ സ്വഭാവ ഗുണങ്ങളോടെയാണ് അവരോട് വർത്തിക്കേണ്ടത്. ഇത് അള്ളാഹു പഠിപ്പിച്ച അള്ളാഹുവിന്റെ ഏറ്റവും സുപ്രധാനമായ ഉപദേശങ്ങളിൽപ്പെട്ട ഒന്നാണിത്. പക്ഷെ ഇതേ മാതാപിതാക്കൾ തന്നെ നിന്നെ ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുന്നു. നിനക്കാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല, ഒരു ബോധ്യമില്ല, നിന്റെ അറിവിൽ അത് അംഗീകരിക്കാനേ പറ്റുന്ന ഒരു കാര്യമല്ല എന്നൊരവസ്ഥയിൽ നിന്നെ അവർ നിർബന്ധിക്കുകയാണ് അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ കാണാൻ, ശിർക്ക് ചെയ്യുന്നവനാകാൻ, വിധേയത്വം അള്ളാഹുവിന് നൽകുന്നതിന് പകരം അല്ലെങ്കിൽ അതിനോടൊപ്പം മറ്റു പലർക്കും വിധേയത്വം നൽകുന്ന ഒരാളായി മാറാൻ അവര് നിന്നെ നിർബന്ധിക്കുകയാണ്. ഇത് പ്രത്യക്ഷത്തിൽ പല രൂപത്തിലും വരും. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്ന പല മേഖലകളും ശിർക്കിനുണ്ട്. ശിർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചില രൂപങ്ങള്, മൂർത്തികള്, വിഗ്രഹങ്ങള്, അല്ലെങ്കിൽ ബിംബങ്ങള്, ആൾദൈവങ്ങള്, ദേവന്മാര്, ദേവതന്മാര്, ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കി വെക്കുന്നുണ്ടാകുക. പക്ഷെ ഇതിനേക്കാൾ കഠിനമായ ശിർക്ക് മനുഷ്യൻ പലപ്പോഴും ചെയ്യുന്നുണ്ട്. അത് നമുക്കറിയാം. വിധേയത്വം എല്ലാ കാര്യങ്ങളിലും പടച്ച തമ്പുരാന് കൊടുക്കേണ്ട മനുഷ്യൻ ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായിട്ട് പരിഗണിക്കാവുന്ന രാഷ്ട്രീയ മേഖലയില്, സാമൂഹ്യ മേഖലയില്, അതുപോലെ പ്രത്യയശാസ്ത്ര തലത്തിലൊക്കെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുക അല്ലെങ്കിൽ അവരോട് വിധേയത്വം കാണിക്കുക എന്ന നിലക്ക് അവര് അള്ളാഹു അല്ലാത്ത പലതിനും വിധേയത്വം കാണിക്കുന്നവരായിട്ട് മാറിയിട്ടുണ്ടാകും. നമ്മുടെ നാട്ടിൽ ഇത് നിരന്തരമായി കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. പള്ളിയിലൊക്കെ വന്ന് നിസ്കരിക്കുന്ന മക്കളായിരിക്കും, പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരാണ്, മാർക്സിസം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം മുന്നോട്ട് വെക്കുന്ന, അതിനുവേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ശിർക്കാണ്. പ്രപഞ്ചത്തില് അള്ളാഹുവിന് നൽകേണ്ട വിധേയത്വം, അള്ളാഹുവിന്റെ കേന്ദ്ര സ്ഥാനം മനസ്സിലാക്കാതെ കണ്ട് മറ്റു പലതിനും, അടിസ്ഥാനരഹിതമായ പല ആദർശത്തിനും വിധേയത്വം നൽകലാണത്.
രാഷ്ട്രീയമായ നിലപാടുകളിൽ എത്രയോ ആളുകൾ ഇങ്ങനെ ഒരു സ്വഭാവം കാഴ്ചവെക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നിസ്കരിക്കുന്ന മുസ്ലിങ്ങളൊക്കെയാണ്, നോമ്പ് വെക്കുന്നുണ്ടാവും, പക്ഷെ അവർ ഏത് ആദർശത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത്, എന്ത് രാഷ്ട്രീയ നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്? ഇതൊക്കെ ശിർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ കരുതുന്നുണ്ടോ ഈ വിഗ്രഹങ്ങളുടെ മുന്നിൽ ഒന്ന് സല്യൂട്ട് അടിക്കുന്നത് മാത്രമാണ്, അല്ലെങ്കിൽ അതാണ് ശിർക്ക് എന്നുള്ളത്? താരതമ്യേന പ്രശ്നമില്ലാത്തതും കൂടുതൽ അനന്തര ഫലങ്ങളൊന്നും ഇല്ലാത്തതും ഒരുപക്ഷെ അതായിരിക്കും. വലിയ കോൺസിക്വൻസസ് ഉണ്ടാകുന്ന ശിർക്ക് രാഷ്ട്രീയത്തിൽ കാണിക്കുന്ന ഈ വിധേയത്വമായിരിക്കും. അതാണ് അയാളാക്കി മാറ്റുന്നുണ്ടാവുക. അപ്പൊ ഇത്തരം സ്വഭാവ പ്രകൃതങ്ങൾ നമ്മുടെ ഇസ്ലാമിക സമൂഹത്തിൽ തന്നെ വലിയ അളവോളം കയറിക്കൂടിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു മനുഷ്യന് അവതരിപ്പിച്ചിട്ടുള്ളത് അവന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്തുടരപ്പെടേണ്ട ഒരു ആദർശമാണ്, ഒരു ജീവിത സരണിയാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് ചില അനുഷ്ഠാന ആചാരങ്ങൾക്കോ ആരാധനാ കർമ്മങ്ങൾക്കോ മാത്രമായിട്ട് ഏകദൈവത്വം സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഏറ്റവും സുപ്രധാനമായ വിധേയത്വം കാണിക്കേണ്ട സകല മേഖലകളും മറ്റു പലതിനും നൽകുകയും ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന എത്രയോ ആളുകളെ നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ സാധിക്കും. അത് ശിർക്കാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാരണമായി, ചില താല്പര്യങ്ങളുടെ പേരിൽ പല ആളുകളും പിന്നിട്ട കാലത്ത് അത് ശിർക്കല്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലൊക്കെ ചില ദുർവ്യാഖ്യാനങ്ങൾ ദീനിന് നൽകിയിട്ടൊക്കെ ഉണ്ടാവും. അതുകൊണ്ടൊന്നും അത് ശിർക്കല്ലാതാവുന്നില്ല. നമ്മളത് വളരെ കണിശമായി ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇലയ്യ മർജിയുക്കും ഫൗനബ്ബിയുക്കും ബിമാ കുന്തും തഅമലൂൻ എന്നാണ് അള്ളാഹു പറയുന്നു. മാതാപിതാക്കളായാലും മക്കളായാലും നിങ്ങൾ ഓരോരുത്തരും തന്നെ മടങ്ങാനിരിക്കുന്നത് എന്റെ അടുക്കലേക്കാണ്. ആ ഘട്ടത്തില് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുകയുണ്ടായത് എന്തൊക്കെയാണ് എന്നത് ഞാൻ നിങ്ങളെ അറിയിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞാൽ ഇതൊന്നും കാണാതെ പോവില്ല. നിങ്ങൾ എടുത്ത ഓരോ നിലപാടും എന്ത് താല്പര്യത്തിന്റെ പേരിലാണ്, എന്തൊക്കെയാണ് നിങ്ങൾ അതിനു വേണ്ടി ചെയ്തു കൂട്ടിയിട്ടുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും അദൃശ്യമായി പോവുകയില്ല. അതൊക്കെ വ്യക്തമായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെടും. അത് നിങ്ങൾക്ക് കാണുകയും നിങ്ങൾക്ക് തന്നെ ആ ഘട്ടത്തിൽ ബോധ്യപ്പെടുകയും ചെയ്യേണ്ടി വരും. വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്. എന്നാൽ ഇങ്ങനെയുള്ള നിലപാടുകൾ സ്വീകരിക്കാതെ കണ്ട് വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വാസം ഉൾക്കൊള്ളുകയും ശരിയായ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്ന ആളുകൾ, ശരിയായ അമല് ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, അവരുടെ കാര്യത്തിൽ ലനുദ്ഖിലന്നഹും ഫിസ്സാലിഹീൻ, തീർച്ചയായിട്ടും നാം അവരെ സൽക്കർമ്മികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുന്നതാണ്, പ്രവേശിപ്പിക്കുന്നതാണ് എന്നാണ് അള്ളാഹുവിടെ വാഗ്ദാനം ചെയ്യുന്നത്. ഇവിടെ രണ്ട് വിഭാഗം ആളുകളാണ്. ഒന്ന്, ബാഹ്യമായ സമ്മർദ്ദങ്ങളുടെ കാരണത്താൽ അള്ളാഹുവിന്റെ ഏകത്വം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് സ്വീകരിക്കാതെ ആ സമ്മർദ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് കഴിയുന്നവർ. മറ്റൊരു വിഭാഗം ബോധ്യപ്പെട്ട യുക്തിക്കും ബുദ്ധിക്കും ഒക്കെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുള്ള ആദർശം സത്യസന്ധതയോടുകൂടി അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ആ മാർഗത്തിൽ നിലക്കൊണ്ടുകൊണ്ട് സാധിക്കുന്നിടത്തോളം നന്മ പ്രവർത്തിച്ചുകൊണ്ട് മുന്നേറുകയും ചെയ്യുന്ന ആളുകൾ. ഇത് രണ്ടു പേർക്കും ഒരേ പരിണിതിയല്ല ഉണ്ടാകാൻ പോകുന്നത്. ആദ്യം പറഞ്ഞ ആളുകളുടെ കാര്യത്തിൽ അവർ ചെയ്ത ഓരോ സംഗതിയും എന്തിന്റെ പേരിൽ എന്തൊക്കെയായിരുന്നു എന്നത് അവരെ അത് അള്ളാഹുവിന്റെ അടുക്കൽ എത്തുമ്പോൾ തുറന്നു കാണിക്കപ്പെടുന്നതാണ്. എന്നാൽ ഉൾക്കൊണ്ട സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ മാർഗത്തിൽ നിലക്കൊണ്ട നന്മയില് മുന്നേറുകയുണ്ടായ അമലു സ്വാലിഹാത്ത് ചെയ്യാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകൾ, അത്തരം ആളുകൾ തീർച്ചയായിട്ടും സ്വാലിഹുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തപ്പെടുന്നതാണ്. അവരെ സ്വാലിഹുകളോടൊപ്പമാണ് പ്രവേശിപ്പിക്കപ്പെടുക എന്നാണ് അള്ളാഹുവിടെ വാഗ്ദാനം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്തമമായ പരിണിതി ഏറ്റുവാങ്ങുന്ന വിഭാഗം ആളുകളാണ് സ്വാലിഹുകൾ. അവരോടൊപ്പമാണ് ഈമാനും അമലു സ്വാലിഹാത്തും ചെയ്ത
ആളുകൾ എത്തിച്ചേരാൻ പോകുന്നത്. അവരെ ആ സംഘത്തിലാണ് ഉൾപ്പെടുത്തുക. മറ്റേ വിഭാഗമോ സ്വന്തം കർമ്മങ്ങളെ കാണാൻ അവസരം ഒരുക്കപ്പെട്ടത് കാരണമായി അതിന്റെ ആ ഞെട്ടലിൽ കഴിയുന്ന തരം ആളുകളുടെ ഒരു സംഘമുണ്ട്. അവരോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ ഈ സമ്മർദ്ദത്തിന് വിധേയമായിട്ട് മാതാപിതാക്കളെയോ അടുത്ത ആളുകളെയോ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൽ പങ്കാളികളെ ചേർക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവര് നേരിടാൻ പോകുന്ന പരിണിതി അങ്ങനെയുള്ളതാണ്. ഇതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. ഈ ആയത്തുകളുടെ അവതരണത്തിനൊരു പശ്ചാത്തലം ഉള്ളതായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത അനുയായിയായിരുന്ന സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പേരിൽ വലിയൊരു ചരിത്രം തന്നെ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. മക്കയിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഒരാളാണ് സഅദ് ഇബ്നു അബി വഖാസ്. അദ്ദേഹം മുസ്ലിം, തിർമിദി, അതുപോലെ അബൂദാവൂദ്, നിസായി പോലെയുള്ള ഹദീസ് ക്രോഡീകരിച്ച പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്ന ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ യൗവനകാലത്താണ്. 18 വയസ്സോ 19 വയസ്സോ ഉള്ള കാലത്താണ്. ഈ സഅദ് ഇബ്നു അബി വഖാസ് എന്ന് പറയുന്ന ആളുടെ ഉമ്മ ഹംന എന്നായിരുന്നു അവരുടെ പേര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ശത്രുവായിരുന്ന അബൂ സുഫിയാന്റെ മകൻ സുഫിയാന്റെ മകളായിരുന്നു ഹംന. ഹംന സത്യനിഷേധികളുടെ ഭാഗത്താണ് നിലകൊണ്ടിരുന്നത്. മകൻ സഅദ് ഇബ്നു അബി വഖാസ്, വഖാസിന്റെ മകൻ, അബൂ വഖാസിന്റെ മകൻ സഅദ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചപ്പോ 18 19 വയസ്സുള്ള കാലത്ത് ഇസ്ലാം സ്വീകരിച്ചപ്പോ വളരെ കടുത്ത ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ഹംന സ്വീകരിക്കുകയുണ്ടായത്. അവര് പറഞ്ഞത്, അവരൊരു ശപഥം ചെയ്യുകയാണ്, സഅദ് മുഹമ്മദിനെ തള്ളിക്കളയുന്നത് വരെ ഞാനിനി ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, തണലിൽ പോലും നിൽക്കുകയില്ല എന്നൊരു കടുത്ത നിലപാടാണ് സ്വീകരിക്കുന്നത്. സഅദ് ബിൻ അബി വഖാസിന് ഉമ്മ ഹംനയെ വലിയ ഇഷ്ടമായിരുന്നു. വല്ലാത്തൊരു ബന്ധമായിരുന്നു ഉമ്മയുമായിട്ട് സഅദ് ബിൻ അബി വഖാസിന് ഉണ്ടായിരുന്നത്. ഉമ്മ ഇങ്ങനെ ഒരു കടുത്ത തീരുമാനം എടുത്തത് സഅദ് ബിൻ അബി വഖാസിന് വല്ലാത്ത ഉലച്ചിലുണ്ടാക്കി. അദ്ദേഹത്തെ വല്ലാതെ ചാഞ്ചല്യത്തിൽ അകപ്പെടുത്തി. വലിയ മനപ്രയാസത്തിലായി അദ്ദേഹം. ഉമ്മ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യാൻ സന്നദ്ധാവുന്നില്ല. ഉമ്മ ഉള്ള വിശ്വാസ സരണിയിൽ ഉമ്മ നിലക്കൊണ്ടുകൊണ്ട് തന്നെ സഅദിനെ ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ അനുവദിക്കുകയാണെങ്കിൽ പോലും ഒരു ആശ്വാസമായിരുന്നു. അതുപോലും ഇല്ല. അങ്ങനെ ഇല്ലാതെ സഅദ് മുഹമ്മദിനെ പിൻപറ്റുന്ന ഒരു അവസ്ഥയാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇന്നു മുതൽ ഒന്നും തിന്നുകയില്ല, ഒന്നും കുടിക്കുകയില്ല, തണലിൽ നിൽക്കുക പോലും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വളരെ ആത്മഹത്യാപരമായൊരു നടപടിയാണ് തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നാണ് ഹംന ശപഥം ചെയ്ത് പ്രഖ്യാപിക്കുകയുണ്ടായത്. സഅദ് ബിൻ അബി വഖാസിനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ഹൃദയത്തെ നുറുക്കി കളയുന്ന ഒരു അനുഭവമായിട്ടാണ് അദ്ദേഹം അത് നേരിടുന്നത്. ഈ കടുത്ത വിഷമവുമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സഅദ് ബിൻ അബി വഖാസ് വന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞാൻ എന്ത് ചെയ്യും? എന്റെ ഉമ്മ എടുക്കുന്നത് ഇങ്ങനെ ഒരു നിലപാടാണ്. ഉമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തള്ളിപ്പറയുകയും സത്യദീനിനെ കൈവെടിയുകയും ചെയ്യാതെ ഉമ്മ ഈ നിലപാടിൽ നിന്ന് പിന്തിരിയുകയില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ഈ ആയത്തുകൾ, സൂറത്തുൽ അൻകബൂത്തിലെ ഈ ആയത്തുകൾ അവതരിക്കുകയുണ്ടായത് എന്നാണ് ഈ ഹദീസുകളിലൊക്കെ തന്നെ സൂചിപ്പിക്കപ്പെടുന്ന കാര്യം. അള്ളാഹു വ്യക്തമാക്കുകയാണ്, നിങ്ങളെ മാതാപിതാക്കള് ശിർക്ക് ചെയ്യാൻ നിർബന്ധിക്കുകയാണെങ്കിൽ ഫലാ തുതിഉഹുമ, നിങ്ങൾ അവരെ ഇരുവരെയും അനുസരിച്ചു പോകരുത്, അക്കാര്യത്തിൽ അനുസരിക്കരുത്. മാതാപിതാക്കളോടൊക്കെ വളരെ ഉത്തമമായ പെരുമാറ്റം തന്നെയാണ് കാഴ്ചവെക്കേണ്ടത്, യാതൊരു സംശയവുമില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഏകത്വത്തില്
പങ്കാളികളെ ചേർക്കുക, അള്ളാഹുവിന് നൽകേണ്ട വിധേയത്വം മറ്റു പലർക്കും നൽകുക എന്ന ഒരു കാര്യത്തിന് അവര് നിങ്ങളെ നിർബന്ധിക്കുന്നുവെങ്കിൽ ഒരു കാരണവശാലും അത് അംഗീകരിക്കരുത്, അവരെ അനുസരിക്കരുത്. നിങ്ങൾ ഓരോരുത്തരും വ്യക്തികൾ എന്ന നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ തിരികെ എത്താനുള്ളവരാണ് എന്നാണ് അള്ളാഹു ഇവിടെ പറയുകയുണ്ടായത്. സഅദ് ബിൻ അബി വഖാസ് ഈ ദൈവികമായ മാർഗദർശനം കൃത്യമായിട്ട് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ വിശ്വാസ മാർഗത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയും ചെയ്തതായിട്ടാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അതിന്റെ വിശദാംശങ്ങള് നമുക്ക് പലയിടങ്ങളിലും വായിക്കാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും ഇപ്പോ പോകുന്നില്ല. അതുപോലെ ചില ഒരു ചോദ്യമൊക്കെ ഉന്നയിക്കപ്പെട്ടതുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഞാനത് നിങ്ങളെ അടുത്ത ദിവസം അതിനുള്ള വിശദീകരണം നൽകാം. പിന്നെ സൂറത്ത് ലുഖ്മാനില് ഇതേപോലെയുള്ള ഒരു ആയത്ത് കാണാൻ സാധിക്കും. 31-ാമത്തെ സൂറത്തിൽ 15-ാമത്തെ ആയത്ത്. ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം. നിന്റെ മാതാപിതാക്കള് നിർബന്ധിക്കുകയാണ്, നിനക്ക് അറിവില്ലാത്ത, നിനക്ക് ബോധ്യപ്പെടാത്ത ഒരു സംഗതിയുടെ അടിസ്ഥാനത്തില് നീ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവനാകാൻ. അങ്ങനെ ചെയ്താൽ ഫലാ തുതിഉഹുമാ, നീ അവരെ അനുസരിക്കരുത്. അതേ സമയത്ത് വസാഹിബുഹുമാ ഫിദ് ദുനിയ മഅറൂഫ, ഏറ്റവും നല്ല വിധത്തിലുള്ള സുഹബത്ത്, സഹവർത്തിത്വം നിങ്ങൾ അവർക്ക് നൽകണം. അതുപോലെ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ, എന്റെ മാർഗത്തിലേക്ക്, എന്നിലേക്ക് തിരിഞ്ഞ ആളുകളുടെ മാർഗം നീ പിൻപറ്റണം. പിന്നെ സുമ്മ ഇലയ്യ മർജിഉക്കും, അതിനെ തുടർന്ന് നിങ്ങളുടെയൊക്കെ മടക്കം എന്നിലേക്കാണ്. ഫൗനബ്ബിഉക്കും ബിമാ കുൻതും തഅമലൂൻ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കും, അതിന്റെ അനന്തരഫലങ്ങളും എന്താണെന്നത് അറിയിക്കും എന്നൊക്കെയാണ് സൂറത്തുൽ ലുഖ്മാനിലെ ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സമാനമായ ആശയമാണ് അവിടെ അടങ്ങിയിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം ഉണ്ട്, ഇൻഷാ അല്ലാഹ് നാളെ അതിന് സമയം കണ്ടെത്താം. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.